ഹായ് ഫ്രണ്ട്സ്, മീ ആൻഡ് മൈ ടമ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ഫിഷ് കറിയാണ്. നല്ല കുത്തരി ചോറും നല്ല തേങ്ങ അരച്ച നാടൻ ഫിഷ് കറിയും. എന്താ ടേസ്റ്റ് അല്ലേ? എന്നാൽ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. കുറച്ച് തക്കാളി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത്, കുറച്ച് പച്ചമുളക്, ഒനിയൻ, കുറച്ച് തേങ്ങ തിരുമിയതെടുക്കുക. അതിനുശേഷം 4-5 കുടംപുളി എടുക്കുക. അതൊന്ന് വെള്ളം ഒഴിച്ചിടുക. ഇത് വെക്കാൻ ഉദ്ദേശിച്ച പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിലിൽ കടുക് പൊട്ടിച്ചെടുക്കുക. ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഒനിയൻ, ടൊമാറ്റോ എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. ശേഷം നന്നായി അതിനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല ഫ്രഷ് അയിലയാണ്. നമുക്ക് നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന സവാള, തക്കാളി എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ പൊടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ശേഷം ഒരു പാനിലേക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കാരണം ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ആ ചൂടാക്കിയ പൊടികളും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിരിക്കണം. ശേഷം ആ അരപ്പ് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ ആ കുടംപുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം, പിന്നെ 2-3 കുടംപുളി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ ആ നന്നായിട്ട് അത് ചൂടായി നല്ല തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അയില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് അതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വാ, മീൻകറി സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ മീൻകറിയുടെ മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നു. സോ നമുക്ക് കുറച്ച് ചോറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മീൻകറി ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കിയാലോ. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.